എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ആട്ടോ. അപ്പോൾ സൺഡേ എന്താ ഫുഡ് ഉണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഞങ്ങൾ. എന്താ വേണ്ട ഏട്ടാ? ബിരിയാണി. എല്ലാ സൺഡേ നമ്മൾ ബിരിയാണി തന്നെ ആക്കല്. ഇവിടെ എല്ലാ സൺഡേയും ബിരിയാണി വേണം കേട്ടോ. കാരണം ഇതൂട്ട് ഇങ്ങനെ സൺഡേ ആയാൽ ചോദിച്ചുകൊണ്ടിരിക്കും, ഇന്ന് ബിരിയാണി അല്ലേ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മിക്ക സൺഡേയും ബിരിയാണി അല്ലെങ്കിൽ ഗീ റൈസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, അതിലേതെങ്കിലും ഒന്നായിരിക്കും. അപ്പം ഇന്നിപ്പം ബിരിയാണി അങ്ങനത്തെ റൈസ് ഒന്നും കഴിക്കുന്നതിന് താല്പര്യമില്ല. നമുക്ക് നോർമൽ റൈസ് ആക്കാം. ഹോം മെയ്ഡ് ചട്ടിച്ചോറാക്കിയാലോ? ചട്ടിച്ചോറിന് ഇവിടെ ഐറ്റംസ് ഒക്കെ ഉണ്ടോ? എന്തൊക്കെ? ഓംലെറ്റ് വേണം, ചമ്മന്തി വേണം, പിന്നെ ഫിഷ് ഉണ്ട്, ഫിഷും ചിക്കനും ഉണ്ട്. എന്നാ പിന്നെ ഏകദേശം ഐറ്റംസ് ഉപ്പേരി ഒക്കെ ഉണ്ട്. എന്നാ പിന്നെ ചട്ടിച്ചോറാക്കാം അല്ലേ? അപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേ ചട്ടിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വീട്ടില്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ പിന്നെ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ചട്ടിച്ചോറിലേക്ക് പോവാം. അപ്പോൾ ആദ്യം എന്നാൽ അരി ഇടാം. ചോറല്ലേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളല്ലേ ചട്ടിച്ചോറിലേക്ക്. അപ്പോൾ അരി ഇടട്ടെ കേട്ടോ. അപ്പോൾ ആ ചോറ് കുക്കറിൽ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നാവും, 15 മിനിറ്റ് മതി. ഒരു 3 വിസിലടിച്ചാൽ മട്ട റൈസാണ്, വേഗം വെന്ത് കിട്ടും. ഇനി ഇത് കടലക്ക റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. കടലക്ക റോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കില്ലേ, ആ റെസിപ്പിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി കടലക്ക നമുക്ക് ജസ്റ്റ് ഒരു മല്ലി, മുളക്, മഞ്ഞൾ ജസ്റ്റ് ഇത്തിരി ഒരു 1/2 സ്പൂണോളം ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി മസാല പ്രിപ്പയർ ചെയ്യാം വെന്ത് കഴിഞ്ഞിട്ട്. അപ്പൊ അത് രണ്ടും കുക്കറിൽ വേവിക്കുന്നതായതുകൊണ്ട് അത് ആദ്യം നമുക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വേണം ചിക്കൻ ക്ലീനിങ്ങും ഫിഷ് ക്ലീനിങ്ങും ഒക്കെ പോവാനേ. കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ, കുറച്ച് ഉപ്പും ചേർക്കാം. ഇനി അടുത്തത് ചിക്കൻ ക്ലീനിങ് ആണ്. ഇത് ഫ്രോസൺ ചിക്കൻ ആണ് മേടിച്ചത്, അതായത് ഫ്രോസൺ കറി കട്ട് ചെയ്ത് മേടിച്ചതാണ്. ഞങ്ങൾ ഫ്രോസൺ അവിടെ മേടിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഫ്രഷ് മേടിക്കുമ്പോൾ അറിയാലോ 2 ദിവസത്തിനുള്ളിൽ തീർക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അങ്ങനെ വെച്ച് കഴിക്കരുതല്ലോ ഫ്രഷ് ചിക്കൻ. അപ്പൊ ഇത് പറഞ്ഞാൽ ഫ്രോസൺ ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് 1 ഇയർ ഒക്കെ വാറണ്ടിയിലൊക്കെ ഒക്കെ എക്സ്പയർ വരുന്നതാണ് ഇത് കേട്ടോ. അപ്പൊ ഇതിന്റെ തൊലി ഉണ്ടാവും, അവര് വിത്ത് അതിന്റെ സ്കിന്നാണ് കറി കട്ട് ചെയ്ത് വരിക. കണ്ടോ, അത് മിഷ്യൻ കട്ടാണ്, മിഷ്യൻ കട്ട് ചെയ്ത് വരുന്നത്. മറ്റേ ഫ്രോസൺ ആയതായാലും അവർക്ക് കയ്യിൽ വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയാണ് ഇവിടെ കിട്ടുക. അപ്പം ഇതിന്റെ തൊലി കളയണം. അപ്പൊ അതൊന്ന് ചെയ്യട്ടെ കേട്ടോ. തൊലി കളഞ്ഞ് ബാക്കി ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ളത് മാറ്റി വെക്കട്ടെ. പിന്നെ കുറച്ചുണ്ടാവും, അത് നമുക്ക് പിന്നെ ഒരു ദിവസം കറി എങ്ങാനും വെക്കാലോ. പെട്ടെന്ന് കിട്ടും കേട്ടോ അത് ഇങ്ങനെ, കാരണം കുറച്ചു നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, അപ്പം തന്നെ അത് റെഡി ആയിക്കോളും. തൊലി കേട്ടോ പെട്ടെന്ന് തന്നെ വലിച്ചാൽ കിട്ടും. ഇതിന് വേവും കുറവാട്ടോ, ഫ്രോസൺ ആയതുകൊണ്ട് ഫ്രഷിനേക്കാളും വേവും കുറവാ. പെട്ടെന്ന് തന്നെ ഒരു 15-10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ വെന്ത് കിട്ടും. അപ്പൊ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ മസാല പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കരിയായിട്ടൊന്നും ഇട്ടില്ല, നോർമൽ മസാല. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ, മഞ്ഞൾ, മുളക്, ചിക്കൻ മസാല, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത്രേ ഇട്ടുള്ളൂ. വളരെ കുറച്ചേ ഞാൻ എടുത്തുള്ളൂ, കാരണം ഒരുപാട് റെസിപ്പി ഉള്ളതല്ലേ, അപ്പോൾ എല്ലാം കൂടെ കഴിക്കില്ലല്ലോ. അപ്പോൾ ഓവർ ആവണ്ട വെച്ചിട്ട് കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. ഇനി അടുത്തത് ഫിഷ് ക്ലീൻ ചെയ്യാൻ പോവാണ്. അവര് ക്ലീൻ ചെയ്താണ് തന്നത്, എന്നാലും ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാനൊന്ന് ക്ലീൻ ചെയ്യും കേട്ടോ അവിടുന്ന്. അപ്പൊ നല്ല ഇണറൊക്കെ ഉള്ള നല്ല ഒമാൻ മത്തി കേട്ടോ, വലിയ മത്തിയാണ് കിട്ടിയത്. മത്തിയാണല്ലോ ഇങ്ങനത്തെ പൊതിച്ചോറ്, അതേപോലെ തന്നെ ചട്ടിച്ചോറ്, അതിനൊക്കെ ബെസ്റ്റ് എപ്പോഴും മത്തിയാണല്ലോ. അതുകൊണ്ട് ഞാൻ നല്ല മത്തി നോക്കിയിട്ട് മേടിച്ചതാണേ. അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. നോർമൽ മസാല അതേപോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഞാനിതൊക്കെ സിങ്കിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫ്ലാറ്റിലാകുമ്പോൾ നമുക്ക് എന്താണ്, സിങ്ക് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ അങ്ങനെ ഫിഷൊക്കെ ക്ലീൻ ചെയ്യാൻ. അപ്പൊ ഈ സിങ്കിന്റെ ഒക്കെ മത്തിയൊക്കെ പ്രത്യേകിച്ചും ഭയങ്കര സ്മെല്ലായിരിക്കും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ അതിന്റെ ഈ സിങ്കിന്റെ ഒക്കെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സൂത്രപ്പണി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് സോപ്പ് സൊല്യൂഷൻ ഇട്ടിട്ട്, അതായത് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇല്ലേ, അത് ഇട്ടിട്ട് സിങ്കിന്റെ ഫുൾ ഏരിയ, അതായത് നമ്മുടെ ഈ ഒരു സ്റ്റീലിന്റെ ഒന്ന് കാണിച്ചേട്ടാ, ഈ ഒരു സ്റ്റീൽ ഏരിയ ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നാലും സ്മെല്ലുണ്ടാവും, സോപ്പ് സൊല്യൂഷൻ ഇട്ട് കഴുകിയാലും നല്ല സ്മെല്ലായിരിക്കും. അപ്പൊ ഞാൻ ചെയ്യുന്നത് നമ്മുടെ വിനാഗിരി ഇല്ലേ, വിനാഗിരി ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഇവിടെയൊക്കെ ഒഴിക്കും, എന്നിട്ട് വീണ്ടും അതൊന്ന് വാഷ് ചെയ്ത് കളയും. അപ്പൊ പിന്നെ ഒറ്റ പൊടി സ്മെല്ലുണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു അവസരത്തിൽ നിങ്ങളും അങ്ങനെ ചെയ്തു നോക്കൂ, ഒരിക്കലും സ്മെല്ലുണ്ടാവില്ല. പ്രത്യേകിച്ച് മത്തിയൊക്കെ അറിയാലോ, നല്ല പാടാണ് സ്മെല്ല് അടുക്കളയിൽ നിന്നൊന്ന് പോയി കിട്ടാൻ. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്.
അപ്പൊ നല്ല മത്തി ഞാനിതാ മസാല ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് പിടിക്കട്ടെ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആണേ ഇത് ബാക്കിയുള്ള മത്തിയാണ്. അപ്പൊ ഇത് എനിക്കിപ്പോ ഇന്ന് വേണ്ട, നാളെ വേണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് മതി. അപ്പൊ ഞാനിത് എങ്ങനെയാണ് ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് വെച്ചാല്, ഇതിങ്ങനെ ഇതേപോലത്തെ കണ്ടെയ്നറിൽ, എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഇതിന്റെ മേലെ ഫുള്ള് വെള്ളം, നല്ല വാട്ടർ, നോർമൽ വാട്ടർ ഒഴിക്കും. ഇത് നിരങ്ങനെ വെള്ളം വെച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കും കേട്ടോ, അടച്ചിട്ട്. കണ്ടില്ലേ ഇപ്പം ഇത് നിറച്ചും വെള്ളമായി, അതായത് മീൻ മുങ്ങി നിൽക്കണം വെള്ളത്തിൽ. എന്നിട്ട് ഇത് ഫ്രീസറിൽ വെക്കും. ഇത് നമുക്ക് ഒരാഴ്ച വരെ ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ഐസായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ എടുക്കുന്ന ദിവസം വീണ്ടും വെള്ളം ആഡ് ചെയ്ത് ഐസിനെ അലിയിപ്പിച്ച് കളയണം. എന്നിട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഫ്രഷ് വെച്ചാൽ നമ്മൾ മേടിച്ചപ്പോൾ ആ ഫ്രഷ്നെസ് നമുക്ക് 1 വീക്ക് കഴിഞ്ഞാലും കിട്ടും എന്നുള്ളതാണ്. ഇവിടെയൊക്കെ അറിയാലോ, നമ്മൾ എല്ലാവരും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ദിവസവും നമുക്ക് ഫിഷ് മേടിച്ച് അത് ക്ലീൻ ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. നമുക്ക് ടൈം ഉണ്ടാവില്ല, ആ സമയത്ത് നമുക്ക് ഫിഷും അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് വീക്കെൻഡിൽ ഇതേപോലെ ഫിഷ് മേടിക്കും, ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇതേ ഇങ്ങനെ കണ്ടോ വെള്ളം നിരങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുക. അപ്പം ഒന്നും ആവില്ല. ചിലർ കാണാൻ മസാല ചേർത്തിട്ട് വെക്കുന്നു, പക്ഷെ മസാല ചേർത്ത് വെച്ചാൽ നമുക്ക് 1 വീക്ക് കിട്ടില്ല. 2 ദിവസം കഴിയുമ്പോൾ തന്നെ അതിനൊരു ഉണക്കൽ മീനിന്റെ ഒരു ചൊയ വന്നു തുടങ്ങും. ആ ഒരു ഫ്രഷ്നെസ് ഒരിക്കലും കിട്ടില്ല കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ ഒരു ചേച്ചി ചെയ്യുന്നത് കണ്ട് ഞാനൊന്ന് പരീക്ഷിച്ചതാണ്. പക്ഷെ ഇത് എനിക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇങ്ങനെ ഇതിപ്പോ ഞാന് 2 ദിവസം മുന്നേ മേടിച്ച് വെച്ച മീനാട്ടോ. ഇത് എന്താ പൂമീൻ എന്ന് പറഞ്ഞൊരു ഫിഷാണ്. നമ്മുടെ കഷ്ണം ഇങ്ങനെ വെട്ടി മേടിക്കുന്ന മീനാണ്, ചിക്കൻ പോലെ. ഇത് കണ്ടില്ലേ, അപ്പൊ ഫുള്ള് ഐസില് കിടക്കുകയാണ്. ഒന്നും ആവില്ല. ഇതിനി മെൽറ്റ് ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് കറി വെക്കാനോ ഫ്രൈ ചെയ്യാനോ ആ മേടിച്ച അതേ ഫ്രഷ്നെസ്സിൽ നമുക്ക് 1 വീക്ക് കഴിഞ്ഞാലും കിട്ടും കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യണേ. പലരും ഇത് ചെയ്യുന്നുണ്ടാവും വീട്ടില്. എനിക്ക് ഇതൊരു പുതിയൊരു അറിവായിരുന്നു. ഞാനിപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞു, ഒരു 2 ഇയറോളം ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ടിപ്പാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് വളരെ നല്ലതായിട്ട് തോന്നി. കാരണം ഡ്യൂട്ടിക്ക് പോകുന്ന ആ സമയത്തൊക്കെ നമുക്ക് ഒരിക്കലും ഫിഷ് ക്ലീൻ ചെയ്ത്, ചിലപ്പോൾ ഫിഷ് കിട്ടണോ ഉണ്ടാവില്ല, പിന്നെ ക്ലീൻ ചെയ്ത് വെക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പൊ വീക്കെൻഡിൽ ക്ലീൻ ചെയ്ത് ഇതേപോലെ വെക്കൂട്ടോ. അങ്ങനെ ആര്യ മാഡം ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഐറ്റംസ് ഇത് ചെയ്യണം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഇതൊരു ചെറിയ പരിപാടിയല്ല, കുറച്ച് മതിയെങ്കിലും നമ്മൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. മെനക്കെട്ട നല്ല ഫുഡ് കഴിക്കാം, ഇല്ലെങ്കിൽ നോർമൽ ഫുഡ് കഴിക്കാം. സത്യം പറയാ ചട്ടിച്ചോറ് ഞങ്ങൾക്ക് 3 ഭയങ്കര ഇഷ്ടാട്ടോ. കാരണം ഞങ്ങൾ ഇവിടുന്ന് അധികം ഓർഡർ ചെയ്യുമ്പോഴായാലും ഞാൻ പ്രത്യേകിച്ചും ചട്ടിച്ചോറാണ് ഞാൻ പറയുള്ളൂ, ബിരിയാണി എന്ന് അങ്ങനെ പറയല്ല. പിന്നെ നാട്ടിൽ പോയപ്പോഴായാലും അങ്ങനെ തന്നെയായിരുന്നു. ഒരിക്കൽ അച്ഛൻ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോയി വന്ന് ഹോട്ടലിലെ മുന്നിലെത്തിയപ്പോഴേക്കും ഞാൻ ഭയങ്കര രീതിയിൽ വോമിറ്റ് ചെയ്തു. ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു അങ്ങനെയല്ല, എന്തെങ്കിലും കഴിക്കി, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഹോട്ടലിൽ കയറി കഴിഞ്ഞ് അവിടുത്തെ ചട്ടിച്ചോറ് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ചട്ടിച്ചോറ് ഓർഡർ ചെയ്തു. അത് മുഴുവൻ ഞാൻ ഇരുന്ന് കഴിച്ചു. അച്ഛൻ പറഞ്ഞു എന്റെ മോളെ നിന്നെ ഞാൻ സമ്മതിച്ചു, കാരണം ഇത്രയും ഛർദിച്ചിട്ട് നീ ഈ ഒരു ചട്ടിച്ചോറ് മുഴുവൻ അകത്താക്കിയല്ലോ, എന്നിട്ടാണോ ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞത് എന്ന് അച്ഛൻ ചോദിച്ചത്. അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്ടിച്ചോറ് എന്നുള്ള സാധനം കേട്ടോ. ഇങ്ങനെ പോവും. സ്പെഷ്യൽ കുക്കിംഗ്. പെരിഞ്ചീരകം ഇടുക ആദ്യം. വെളിച്ചെണ്ണയാണെങ്കിൽ നല്ല നാടൻ വെളിച്ചെണ്ണ വേണം എടുക്കാനേ, ഇല്ലെങ്കിൽ ടേസ്റ്റ് അപ്പാടെ ചേഞ്ച് ആയിപ്പോ.
അടുത്തത് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോ ഞാനിതേ നല്ല കുനുകുനാന്നരിഞ്ഞ സവാള, ഒരു അരക്കഷ്ണം സവാള ആഡ് ചെയ്തോളൂ കേട്ടോ. ഇതൊന്ന് ആവട്ടെ. കടല റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി മസാല ഇടാൻ പോവാണേ. മസാല 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 മസാല. ഒരു ഇത്തിരി മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ്, 1 ടീസ്പൂൺ, ഇത് മതി. ഇനി ഞാൻ ഇടുന്നത് മെയിനായിട്ട് നമ്മളുടെ മീറ്റ് മസാല. ഇത് നല്ലോണം ഇടണം കേട്ടോ, 1 ടീസ്പൂണോളം ഇടുക. ഇത് വേണേ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. ചായക്കൊക്കെ കടല. അതെ, കട്ടൻ ചായക്ക് അടിപൊളി ടേസ്റ്റ് കേട്ടോ. കാരണം അത് ഡ്രൈ ഫ്രൈ ആയിട്ട് ഇടുന്ന, തേങ്ങാക്കൊത്തു കൂടി ഇടുന്നായിരുന്നു, പക്ഷെ എനിക്ക് ടൈമില്ല. ഇത് ബീഫ് ഒലർത്ത് മസാലയാണ് കേട്ടോ. അത് കട്ട് ചെയ്യണം ഫ്രീസറിൽ, അതാണ്. ഇത് ബീഫ് ഒലർത്ത് മസാലയാണ് ഇട്ടത്. പിന്നെ ഇടുന്നത് ഇച്ചിരി മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി കുറച്ചൊക്കെ നമ്മള് കുക്കറിൽ ഇട്ടായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ? പിന്നെ കുരുമുളക് ഇടണം, അത് ലാസ്റ്റ് ആണ്. അത് നമുക്ക് കടലതാ നല്ല ഡ്രൈ ആയി നല്ലോണം വെന്ത് വന്നിട്ട് കേട്ടോ. അത് നല്ല പൊടിയുള്ള കടലയാണ്. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്വാളിറ്റി കടല മേടിക്കേണ്ടത്, എന്നാലേ ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കുഴപ്പമില്ല. ഇതാ ഞാൻ നല്ലതുപോലെ ഇനി ഒന്ന് ഡ്രൈ ആക്കി എടുക്കട്ടെ കേട്ടോ. ഉപ്പ് കുറവാണെന്ന് തോന്നിയോണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ. പിന്നെ കുക്കറിന്റെ അടിയിൽ കുറച്ച് മസാല ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ അതൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകി ഇതിൽ തന്നെ ഒഴിച്ചാണ്. ഇതൊന്ന് ഇതിൽ കിടന്ന് വറ്റട്ടെ. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി, ഞാൻ തേങ്ങാക്കൊത്ത് ഇടാൻ ഫ്രീസറിന് തേങ്ങ എടുത്ത് വെക്കാൻ മറന്നുപോയി. അവിടെ എനിക്ക് കട്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല, ഇത്രേ കിട്ടിയുള്ളൂ കേട്ടോ. തൽക്കാലം ഞാനിപ്പോൾ ഇതിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ അതൊക്കെ ഓർത്ത് ചെയ്യണേ. ഞാനിത് തേങ്ങാക്കൊത്ത് ഇട്ടു, കണ്ടു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക കേട്ടോ. ഇനി നമുക്ക് ശരിയാക്കി ഇങ്ങനെ വരട്ടി എടുക്കണം കേട്ടോ, കുരുമുളക് ഇട്ടിട്ട്. അധികം ഞാൻ ഇടുന്നില്ല, ശരിക്കും നല്ലോണം ഇടുമ്പോഴാണ് ടേസ്റ്റ്. കാരണം ഇതൂട്ടി കഴിക്കൂല അധികം സ്പൈസി ആയാല്. അതുകൊണ്ട് ഞാനൊന്ന് ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് ചായക്കൊക്കെ അടിപൊളി സാധനം കേട്ടോ, അല്ലേ ഏട്ടാ? വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ല അടിപൊളിയാണിത്. അപ്പൊ അതായത് ഇതിന്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തത് ഒരു പൊട്ടാറ്റോന്റെ ഉപ്പേരി വെക്കാൻ പോവാ കേട്ടോ. അപ്പൊ ഞാൻ ഒരു ഒലർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഉണ്ടായിരുന്നു, അപ്പൊ അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് തന്നെ ചെയ്യാം, വെറുതെ എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ. കടുക് പൊട്ടിക്കട്ടെ. അതിനിടക്ക് ചെയ്യാൻ വേണ്ടി ഡ്യൂട്ടി കൊടുത്തു. അവളത് അടിപൊളിയായിട്ട് പൂർത്തിയാക്കി. വെരി ഗുഡ്, സൂപ്പർ. അടുത്ത ചെയ്യുന്നത് എന്താണ് ഡ്യൂട്ടി? അടുത്ത ചെയ്യുന്നത് മൈ ഗോഡ്. ഇനി ഏകദേശം എല്ലാം ആയിട്ടോ. ഇനിയിപ്പോ ചമ്മന്തിയും കൂടി അരയ്ക്കാനുള്ളൂ. അപ്പൊ ചെമ്മീൻ ചമ്മന്തി, ഉണക്ക ചെമ്മീൻ ചമ്മന്തി ആക്കാന്ന് വിചാരിക്കുക. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, നല്ല ഉണക്ക ചെമ്മീൻ, നല്ല ഫ്രഷ് സാധനമാണ്. ഇവിടുന്ന് മേടിക്കാറുണ്ട് ഞങ്ങള്, പക്ഷെ ഒരു പാക്കറ്റിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ നാട്ടിൽ നിന്ന് വന്നപ്പോ അത് കൊണ്ടുവന്നു. ഇനി ഇതിന്റെ തലയും വാലൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്യട്ടെ കേട്ടോ. ചെമ്മീൻ, ഉണക്ക ചെമ്മീന് നല്ല കഴുകി ഇട്ടോ ഞാന്. തലയൊക്കെ കളഞ്ഞ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അവിടെ. പക്ഷെ പെട്ടെന്ന് തന്നെ എക്സോസ്റ്ററും എസിയും കൂടെ ഒരുമിച്ചിട്ടാല് സ്മെല്ല് ഫ്ലാറ്റിൽ നിന്നുള്ളിൽ നമുക്ക് പോകും കേട്ടോ. അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ചൂടാക്കുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും. നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുതേ. ഇതിന്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി സാധനം കേട്ടോ അത്. ഞങ്ങൾ ഒരു തവണ ഇവിടെ പണ്ട് ഉണ്ടാക്കി, അതിൽ ടേസ്റ്റ് പിടിച്ചതാ. കഞ്ഞിക്ക് പയറും കഞ്ഞിക്കും കോമ്പോ അടിപൊളിയാണ്. അതേപോലെ തന്നെ ദോശയ്ക്ക്, ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പൊ അതൊന്ന് വെള്ളം വറ്റി വരുമ്പോൾ ബാക്കി ഐറ്റംസ് ഇടാം കേട്ടോ. അങ്ങനെ നല്ല പോലെ ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം കേട്ടോ. തേങ്ങ, കുറച്ച് ചെറിയുള്ളി, കറിവേപ്പില, കുറച്ചും കൂടി തേങ്ങ വേണേ.
പിന്നെ ഇവിടെ ഓൾറെഡി ഫിഷ് കറി തേങ്ങ അരച്ച നല്ല ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഞാനത് ഇന്നലെ അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പം നാളെ എടുക്കാന്ന് വിചാരിച്ച് വെച്ചതാണ്. അപ്പം അത് നമുക്ക് ആയല്ലോ. അതുകൊണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യണം, കളറിന് വേണ്ടിയിട്ടാട്ടോ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണേ. ഇനി നല്ലോണം തേങ്ങ വറുത്തെടുക്കുക. ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുമ്പോൾ മാത്രം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അതുവരെ ഇതൊന്ന് വറുത്തെടുക്കണം. എന്ന് വെച്ച് നമ്മൾ സാമ്പാറിലേക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരിവം ഡാർക്ക് കളർ ആവാൻ നിൽക്കരുത്. ഈ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് തേങ്ങയിലെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് പോയി വരുന്ന ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ എടുക്കാൻ. വേണ്ട സ്പൂൺ വേണ്ട. ഇതെന്താ എത്ര സ്പൂൺ? അപ്പൊ സാധനങ്ങളൊക്കെ സെറ്റായി. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ആക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ചില ഹോട്ടൽസിൽ മിക്സ് ചെയ്ത റൈസ് കിട്ടുമല്ലോ, അതായത് കറി മിക്സ് ചെയ്തിട്ടുള്ള. അപ്പൊ ഞാൻ ഒരു ചട്ടി അങ്ങനെ തന്നെ, അതായത് മീൻ കറി വെച്ച ചട്ടി ഞാൻ കഴുകാതെ എടുത്തതാട്ടോ. ഇതിൽ റൈസ് മിക്സ് ചെയ്തിട്ടും ബാക്കി 2 മിക്സ് ചെയ്യാതെ എടുക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ 2 രീതിയിലും കഴിക്കാലോ. അപ്പൊ ഇതൂട്ടിക്ക് പിന്നെ ഞാൻ ഇങ്ങനത്തെ ചട്ടിയിൽ കൈ വേദനിച്ചാലോ കഴിക്കുമ്പോൾ എന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ പരന്ന മൺചട്ടി ആട്ടോ എടുത്തത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി എല്ലാം സെറ്റ് ആക്കാം കേട്ടോ. ചോറ്, ഇതൂട്ടിക്കുള്ളതാണേ. മതിയാകട്ടെ. ഇത് മിക്സ് ചെയ്യണേ. സത്യം പറയണേ മീൻ ചട്ടി അതേപോലെ ഈ കറിച്ചട്ടികളിൽ ഇട്ട് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഈ റൈസിനായിരിക്കും കേട്ടോ മറ്റേനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് വീട്ടിലൊക്കെ കഴിച്ചവർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും ഞാൻ പറയുമ്പോൾ. സത്യം പറയുകയാണെങ്കിൽ എനിക്കിത് കഴിക്കാനാണ് ആഗ്രഹം. പക്ഷെ വിബിയേട്ടന് ഇത് വലിയ ചട്ടിയല്ലേ. എൻ്റെ അടുത്ത് ഈ 2-3 ചട്ടികളേ ഉള്ളൂ. നാട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ. അപ്പൊ ഇനി ബാക്കി കറി ഐറ്റംസ് ഇനി വെക്കാൻ പോവാണേ. ആദ്യം തന്നെ പൊട്ടാറ്റോ മെഴുക്ക് വരട്ടി എല്ലാം ഓരോ അർത്താണ് കേട്ടോ. അത് ഇതായിരിക്കും ഇതിൽ ഏറ്റവും സ്വാദിഷ്ടമായ വിഭവം എന്ന് എനിക്കറിയാം. ഇത് ഞങ്ങളുടെ 3 ആളുടെയും ഫേവറേറ്റ് ആട്ടോ. ചെമ്മീൻ ചമ്മന്തിയാണേ. ഉണക്ക ചെമ്മീൻ ചമ്മന്തി. എനിക്ക് കൊതിയാവുന്നു കേട്ടോ. ബീഫ് ഇല്ലാത്തതുകൊണ്ട് ബീഫിന് പകരക്കാരനായിട്ട് നമ്മൾ കടലക്ക തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒലർത്തിയ ഐറ്റംസ്. പിന്നെ നല്ല കൊടമ്പുളി ഇട്ട് വെച്ച നല്ല പൂമീൻ കറിയാണ് കേട്ടോ. പൂമീനിന് നാട്ടിലെന്താ പറയാ എനിക്ക് അറിയില്ല കേട്ടോ. അതിന്റെ പേരെന്താണ്? കൊടമ്പുളി ഇട്ട കറിയാണേ. പിന്നെ കൊണ്ടാട്ടം. ഇനി കൈപ്പക്ക കൊണ്ടാട്ടം കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണേ. പിന്നെ നല്ല നാടൻ പുളിയിഞ്ചി, മാങ്ങ അച്ചാറ്, പിന്നെ ഇത് ഇവിടെ തന്നെ ഞാൻ ഉപ്പിലിട്ടതാണ്. ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം കൂടെ മിക്സ്ഡ് ആണ് കേട്ടോ. അതായത് ക്യാരറ്റ് ഉണ്ട്, മാംഗോ ഉണ്ട്, കുക്കുംബർ ഉണ്ട്. ഇത്രയും സാധനം ഒരുമിച്ച് ഉപ്പിലിട്ടതാണ്. അപ്പം ഇതും ഞാൻ ഇവിടെ ഇങ്ങോട്ട് വിളമ്പുകയാണ്. പിന്നെ നല്ല കേട്. ബിബിയേട്ടന് കേട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഇടാം കുറച്ചധികം. പിന്നെ ചിക്കൻ ഫ്രൈ,
നല്ല ഫിഷ് ഫ്രൈ. അടിപൊളി ഫിഷ് ഫ്രൈ. വെക്കാൻ സ്ഥലമില്ല അല്ലേ. പിന്നൊരു ഓംലെറ്റ്. എവിടെയാ വെക്കുക? ഇനിയിപ്പോ മോര് കറിയും ഇതൊക്കെ എന്തായാലും സ്ഥിതിയിലെ സ്ഥലമുണ്ടോ? അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ചട്ടിക്കറി, ചട്ടിച്ചോറിലുള്ളത് കേട്ടോ. എങ്ങനെയുണ്ട്? എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം, ഞാൻ പ്രത്യേകം പറയാം കേട്ടോ. അടിപൊളി സാധനമാണ്. നമ്മൾ ഇപ്പം ഇത് കടയിൽ പോയി കഴിക്കുകയാണെങ്കിൽ നാട്ടിലത്ര 250-200 ആ റേഞ്ച് ഒക്കെ ഉണ്ട്. നല്ല ചട്ടിച്ചോറ് കിട്ടണമെങ്കിൽ 250 എന്തായാലും കൊടുക്കണം കേട്ടോ. പക്ഷേ നിങ്ങൾ ആലോചിച്ചു ഇതിൽ എന്താ ഇപ്പം സ്പെഷ്യലായിട്ട്? ചിക്കൻ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഇത് നമുക്ക് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാം. ഒരു 2 മണിക്കൂർ നമ്മളൊന്ന് കഷ്ടപ്പെടാൻ തയ്യാറായാൽ മാത്രം മതി കേട്ടോ. അപ്പം ഇനി ബാക്കി ചട്ടിയും കൂടി ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരേ. അങ്ങനെ ചട്ടിച്ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ചട്ടിയെല്ലാം കാലിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൂട്ടി കുറച്ച് ബാക്കിയാക്കി കേട്ടോ. അപ്പൊ അത് ഞാൻ കഴിച്ചു. ഇത് ഭയങ്കര എരിവായിരുന്നു, ഞങ്ങൾക്ക് നല്ല എരിവായിരുന്നു. അതുകൊണ്ട് അനങ്ങാൻ വയ്യാണ്ടിരിക്കുകയാണ്. പക്ഷെ അടിപൊളിയായിരുന്നു അല്ലേ. ഞാൻ തന്നെ